കളമശ്ശേരി നഗരസഭയിൽ ആധിപത്യമുറപ്പിക്കാൻ യുഡിഎഫും എൽഡിഎഫും ഒരുപോലെ രംഗത്ത്. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ ഇരുമുന്നണികളും ശക്തമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. വിമതർ ഒരുപക്ഷെ കളമശ്ശേരിയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്ന നിർണായക ഘടകമായേക്കും. കളമശ്ശേരി നഗരസഭയിൽ യുഡിഎഫിന് ഭരണം നിലനിർത്തണമെങ്കിൽ ഇത്തവണ നന്നായി തന്നെ വിയർപ്പൊഴുക്കേണ്ടി വരും. വിമതശല്യം തന്നെയാണ് യുഡിഎഫിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. നഗരസഭയിൽ 42 വാർഡുകളുള്ളതിൽ 15 വാർഡിലും യുഡിഎഫിന് വിമതരുണ്ട്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഭരണം യുഡിഎഫ് തന്നെ നിലനിർത്തുമെന്നാണ് ചെയർമാൻ ജമാൽ മണക്കാടൻ പറയുന്നത്. കളമശ്ശേരിയിൽ ഒരു കാരണവശാലും എൽഡിഎഫിന് അധികാരത്തിൽ വരാനുള്ള 1% പോലും സാധ്യതയില്ലാത്ത മുനിസിപ്പാലിറ്റി എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ എൻ്റെ വിലയിരുത്തൽ. കളമശ്ശേരി നഗരസഭ രൂപം കൊണ്ടിട്ട് 25 വർഷമായി. എന്നാൽ എൽഡിഎഫിന് ഇതുവരെ നഗരസഭയിൽ ഭരണം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കാടിളക്കിയുള്ള പ്രചാരണം തന്നെയാണ് എൽഡിഎഫ് അഴിച്ചുവിടുന്നത്. ഇക്കുറി നല്ലൊരു അനുകൂല അവസ്ഥ ഞങ്ങൾ കാണുന്നുണ്ട്. അതിന് പ്രധാനമായും കഴിഞ്ഞ വർഷങ്ങളിൽ യുഡിഎഫ് നടത്തിയ ഭരണത്തിൽ ഉള്ള ജനങ്ങളുടെ അസംതൃപ്തി. ഭരണപക്ഷ കൗൺസിലറായ രാജമ്മ വത്സനടക്കമുള്ളവരാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ. നഗരസഭയിൽ ഇത്തവണയെങ്കിലും സാന്നിധ്യമറിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി. കളമശ്ശേരി നഗരസഭയിൽ ഭരണം നിലനിർത്തുകയാണ് യുഡിഎഫിന്റെ ലക്ഷ്യം. എന്നാൽ നഗരസഭയിൽ ആദ്യമായി ഭരണം പിടിച്ചെടുക്കാൻ എൽഡിഎഫ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ നഗരസഭയിലെ മുഖ്യശക്തിയായി മാറാനാണ് ബിജെപി ശ്രമിക്കുന്നത്. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.